അതുതന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട അടുത്ത വാർത്തയാണിതാ. ഗ്രൂപ്പിസത്തിൽ താളം തെറ്റി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം. പ്രതിപക്ഷ നേതാവ് വി സതീശന്റെ പുതുയുഗ യാത്ര സമാപിക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇതിനിടെ പാർട്ടി പ്രഖ്യാപിക്കാതെ തന്നെ ചിലർ ഫ്ലെക്സും ചുമരെഴുത്തും ആരംഭിച്ചതും കല്ലുകടിയായിട്ടുണ്ട്. പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ സ്ഥാനാർത്ഥി നിർണയം എത്രയും വേഗം തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തങ്ങൾ നടത്തുമെന്ന് വലിയ രീതിയിലൊരു പ്രഖ്യാപനം നടത്തിയതാണ് കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ ആ പാർട്ടിയുടെ അവസ്ഥയാണല്ലോ ഇപ്പോൾ പ്രശാന്ത് പുറത്തു കൊണ്ടുവരുന്ന വാർത്തയിൽ ഉള്ളത്. അതായത് ഗ്രൂപ്പിസത്തിൽ അടിമുടി താളം തെറ്റിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് കഴിഞ്ഞെങ്കിലും വരുമോ? എന്താണ് സമവായമാകാതെ ഇത് ഇങ്ങനെ തുടരാനുള്ള കാരണം? അശ്വതി, നമ്മുടെ റിപ്പോർട്ടർ ശിവദാസ് കന്മനം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇത്. വലിയ രീതിയിലുള്ള ഈ ഇത്തരത്തിൽ പ്രതിസന്ധി അല്ലെങ്കിൽ ഗ്രൂപ്പിസം വലിയ രീതിയിൽ താളം തെറ്റുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയെ തന്നെ വെട്ടിലാക്കുന്ന നിലയിലേക്ക് ഗ്രൂപ്പിസം ചെന്നെത്തുന്നു എന്നതുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ കാലത്തും ഈ ഗ്രൂപ്പിസം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ രീതിയിൽ പാർട്ടിയെ തന്നെ വെട്ടിലാക്കുന്ന സമീപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഇനി കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഡേറ്റ് അതിനൊരു തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പ് ദിനം പ്രഖ്യാപിക്കുന്ന ആ ദിവസത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. പല രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ നിലയിലേക്കൊക്കെ പോകുന്നു. പക്ഷേ നേരത്തെ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്ത് പറഞ്ഞിരുന്നത്, UDF ഭാഗത്ത് പറഞ്ഞത് തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം ഒരുപടി മുന്നേ ഉണ്ടാകും, എല്ലാ പ്രവർത്തനങ്ങളും ഇത് സജ്ജീകരിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിലെ പല മണ്ഡലങ്ങളായിക്കോട്ടെ, പല ജില്ലകളിലായിക്കോട്ടെ, ഇവിടെയൊന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും നേതാക്കൾ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ, ഗ്രൂപ്പ് പോര്, ഇതെല്ലാം ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിലവിലെ കോൺഗ്രസിനുള്ളിലെ അല്ലെങ്കിൽ UDFിലെ ഘടകകക്ഷികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നു. മാത്രമല്ല കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ തന്നെ, മുന്നണിക്കുള്ളിൽ തന്നെ ചെലുത്തുന്നുണ്ട്. മറ്റ് വേറെയും പല ഘടകകക്ഷികളുമുണ്ട്. അവരെല്ലാവരും ഇത്തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ വി സതീശനും അടക്കമുള്ള നേതാക്കൾ പല തട്ടിലാണ് നിൽക്കുന്നത്. അവരോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം സീറ്റ് നൽകണമെന്ന ആവശ്യം ഇവർ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇതോടുകൂടി തന്നെ സീറ്റ് വിഭജന ചർച്ച പാളുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിൽ ആരെ, എവിടെ, എങ്ങനെ എന്നൊക്കെ കാര്യങ്ങളിലൊന്നും ഇതുവരെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. പല ചർച്ചകൾ നടന്നെങ്കിൽ പോലും അതിലൊന്നും ഒരു സമവായത്തിലേക്ക് എത്താൻ ഇതുവരെ സാഹചര്യം ഒരുങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമവായത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുമില്ല. ഇങ്ങനെ തുടരുന്നൊരു അവസ്ഥയാണ് പാർട്ടി തന്നെ. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും ആദ്യമല്ല. കോൺഗ്രസിൻ്റെ ചരിത്രം, രാഷ്ട്രീയം അറിയാവുന്ന ഏതൊരു ആൾക്കും അറിയാവുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള പല ഗ്രൂപ്പ് വഴക്കുകളും തർക്കങ്ങളും തമ്മിൽ പോരുമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുക എന്ന കാര്യം. എന്തായാലും സമാനമായൊരു സാഹചര്യം തന്നെയാണ് ഇവിടെ. നേരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നേതാക്കൾ തമ്മിലുള്ളൊരു വാക്പോര് രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പരസ്യപ്പോരിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം നമ്മളത് വാർത്ത ആക്കിയതുമൊക്കെയാണ്. സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില വിജയത്തിന് ശേഷം അന്ന് നേതാക്കൾ പറഞ്ഞിരുന്നത് തങ്ങൾക്കിടയിൽ മത്സരബുദ്ധിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിസമോ ഒന്നുമില്ല. നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സ്ഥിതി ആകെ മാറുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തർക്കം രൂക്ഷമാകുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. മുന്നണിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തേക്കാണ് എത്തിക്കപ്പെടുന്നത്. എന്തായാലും കേന്ദ്ര നേതൃത്വം ഇടപെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഒരു സമവായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൂടുതൽ സീറ്റ് അവകാശവാദങ്ങളുമായിട്ട് ഘടകകക്ഷികളും മുന്നോട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ അവകാശവാദം ഉന്നയിച്ച് നിൽക്കുന്നത്. എന്തായാലും ഇനി തീരുമാനം എന്താകുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് നോക്കിക്കാണുന്നത്. കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പാർട്ടി കടക്കും, പരസ്യപ്പോരിലേക്ക് വരും. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ മുഖ്യധാരയിലേക്ക് വരുന്നു എന്ന രീതിയിലുള്ള ചില മുഖ്യധാരയിലേക്ക് വരുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തന്നെ
പല പരസ്യ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് മുഖ്യധാരയിലേക്ക് ഇങ്ങനെ ലൈവായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് തന്നെ കോൺഗ്രസിലെ പല നേതാക്കളെയും അലോസരപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് വി ഡി സതീശനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പുകളെയും ഒക്കെ അലോസരപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കുറച്ചുകൂടി കഴിയുന്നതോടുകൂടി വീണ്ടും കോൺഗ്രസിനുള്ളിലെ തർക്കവും UDF-നുള്ള തർക്കങ്ങളും അത് മറനീക്കി പുറത്തു വരുമെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവകാശവാദങ്ങളുമായിട്ട് പല നേതാക്കളും ഇപ്പോൾ തന്നെ മുൻപന്തിയിലുണ്ട്. കെ സുധാകരനാകട്ടെ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്വയം നടത്തി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ നിലനിൽക്കുന്നു. എന്തായാലും പാർട്ടിയെ തന്നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അശ്വതി. ശരി പ്രശാന്ത്, അത് തന്നെയാണ് പാർട്ടിയെ വല്ലാതെ അങ്ങ് താളം തെറ്റിക്കുകയാണ് ഈ ഗ്രൂപ്പിസം. അതായത് സ്ഥാനാർത്ഥി നിർണ്ണയം ഉടൻ ഉണ്ടാകുമെന്നുള്ള പല നേതാക്കളുടെയും പ്രതീക്ഷ ഇപ്പോൾ അസ്ഥാനത്താണെന്നാണ് വളരെ നേരത്തെ പ്രഖ്യാപിക്കും. ഫെബ്രുവരി ആദ്യമൊക്കെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ, പക്ഷെ ഇതുവരെ കണ്ടില്ല. ഫെബ്രുവരി മാർച്ചായി. ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് മാർച്ചായിട്ടും സ്ഥാനാർത്ഥി നിർണ്ണയം ആയിട്ടില്ല. പക്ഷേ ചിലയിടങ്ങളിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. എങ്കിലും എന്താകും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിനൊക്കെ വലിച്ചു പുറത്തിടുമോ മറ്റ് സ്ഥാനാർത്ഥി മോഹികൾ എന്നുള്ള എല്ലായിടത്തും എല്ലാവർക്കും മത്സരിക്കണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് വല്ലാത്തൊരു ആശയക്കുഴപ്പമാണ്, പൊട്ടിത്തെറിയാണ്. ഒപ്പം പ്രതിരോധിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനിടയ്ക്ക് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണ്, വല്ലാത്തൊരു തലവേദന കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും.